സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലെ കുറേ പോർഷൻസ് പഠിച്ചു. ഇമ്പോർട്ടൻസും സ്റ്റെപ്സ്, ഡിവിഷണൽ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഓർഗനൈസേഷനെ രണ്ടായി തരംതിരിക്കുന്നു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ രണ്ട് തരത്തിലാണ് ഓർഗനൈസേഷനെ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ, ഇറ്റ് റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫോർമൽ ഓർഗനൈസേഷൻ it refers to the organization structure which is deliberately planned and created by the management to achieve organization goals. എന്താണ് സിമ്പിൾ മീനിങ്ങിൽ നമുക്ക് പറയാം എന്താണ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് organized on the basis of certain rules, regulations and procedures. ചില നിയമങ്ങൾ, ചില റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയുന്നതാണ്. എന്നാൽ ഇനി നമുക്ക് ഒന്നുകൂടി ഇവിടെ അതിന്റെ മീനിങ് ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് എന്താണ്? ഇതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദം. ഇത് മാനേജ്മെന്റ് ബോധപൂർവം പ്ലാൻ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങും ക്രിയേഷനിലൂടെ ഉണ്ടാകുന്നതാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം, സ്ഥാപനം തുടങ്ങി അതിനെ ആ ലക്ഷ്യം നേടാൻ വേണ്ടി, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി മാനേജ്മെന്റ് ബോധപൂർവം പ്ലാൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഇത് ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ആൻഡ് പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻ നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ പറയാം. മനസ്സിലായല്ലോ? ഇറ്റ് റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി, ബോധപൂർവം, പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടു അച്ചീവ് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് ഫോം ചെയ്തിരിക്കുന്ന ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇത് ദ റിലേഷൻഷിപ്പ് ഡെലിബറേറ്റ്ലി, ദ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, സുപ്പീരിയർ ആര്, സബോർഡിനേറ്റ് ആര്, ഓരോരുത്തരുടെയും പൊസിഷൻ എല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യും. ഇവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആവുന്നു. അപ്പോൾ അക്കൗണ്ടബിലിറ്റി അറിയാം, റെസ്പോൺസിബിലിറ്റി അറിയാം, അതോറിറ്റി അറിയാം. ആർക്ക് അധികാരം, ആരാണ് അക്കൗണ്ടബിൾ, ആരാണ് റെസ്പോൺസിബിൾ. ഇനി ചെയിൻ ഓഫ് കമാൻഡ്, ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്. ഇവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സ്ട്രക്ചറിനെ എന്ത് പറയുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി ഇതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ആൻ ഓർഗനൈസേഷൻ ഈസ് ഫോർമൽ. ഒരു ഓർഗനൈസേഷൻ ഫോർമൽ ആകുമ്പോൾ എപ്പോഴാണ്? when the activities of two or more persons are consciously coordinated towards a common objective. ഒരു പ്രത്യേക ലക്ഷ്യം നേടാനായിട്ട് രണ്ടോ അതിലധികമോ ആൾക്കാരെ ബോധപൂർവം സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന പ്രക്രിയക്കാണ്, അല്ലെ സംഘടനയ്ക്ക് നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? An organization is formal when the activities of two or more persons are consciously coordinated towards a common. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി രണ്ടോ അതിലധികം വ്യക്തികളെ ബോധപൂർവം സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഓർഗനൈസേഷൻ നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ പറയാം. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ മീനിങ്ങും ഡെഫിനിഷനുമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ് ഡെഫിനിഷൻ? An organization is formal
when the activities of two or more persons are consciously coordinated towards a common objective. ഇനി ഫോമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഫോമൽ ഓർഗനൈസേഷനിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ക്ലിയർ ആണ്. അപ്പൊ ക്ലിയർ കട്ട് ആയിട്ട് ജോബ് പൊസിഷൻസ് അവിടെ ക്ലിയർ ആകുകയാണ്. സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണെന്ന് അവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിന്റെ ഫീച്ചർ എന്താണ്? ഫസ്റ്റ് ഫീച്ചർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സെക്കൻഡ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഞാൻ സിമ്പിൾ മീനിങ് പറഞ്ഞു. ഫോമൽ ഓർഗനൈസേഷൻ എന്താണെന്നാ പറഞ്ഞേ? The organization is formed on the basis of certain rules, regulations and procedures. അപ്പോൾ ഇവിടെ റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ടെന്നാ പറയുന്നത് ഫോമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഇനി അടുത്തെന്താ പറയുന്നത്? ബോധപൂർവം. ഈ ഫോമൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ഫീച്ചർ എന്താണ്? ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഫോർത്ത്, എഫേർട്സ് കോർഡിനേറ്റഡ്. ഇനി വർക്കിനെ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുവാൻ ഫോമൽ ഓർഗനൈസേഷൻ സാധിക്കുന്നു. അപ്പോൾ ഫോമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു ഫീച്ചർ എന്താണ്? എഫേർട്സ് കോർഡിനേറ്റഡ്. പല ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ നെക്സ്റ്റ്, എംഫസിസ് ഓൺ വർക്ക്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? വർക്കിനെ പ്രാധാന്യം എന്തിനാ കൊടുക്കുന്നത്? വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ വർക്കേഴ്സിന്റെ റിലേഷൻഷിപ്പിനല്ല, അല്ലെ ജോബ് പൊസിഷനും. ഇവിടെ വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സ്ഥാപന ഫോമൽ ഓർഗനൈസേഷൻ വർക്കിന് അല്ലാതെ വർക്കേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനല്ല പ്രാധാന്യം. ഇത് എംഫസിസ് ഓൺ വർക്ക്. അപ്പൊ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, rules and procedures, deliberately created, efforts coordinated, emphasis on work. നമ്മൾ ഇന്ന് പഠിച്ചത് ഫോമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഫീച്ചേഴ്സും ആണ് നമ്മൾ പഠിച്ചത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫോമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആയതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ആർക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്, ആർക്കാണ് ഓർഡറുകൾ നൽകേണ്ടത്, ആർക്കാണ് നമ്മൾ ജോലി ചെയ്യാൻ കൊടുക്കേണ്ടത്, ഇത് ക്ലിയർ ആണ്. പറഞ്ഞ ഈസിയർ ടു ഫിക്സ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ആർക്കാണോ അത് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ആർക്കാണ് ജോലി കൊടുക്കേണ്ടത്, ആർക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓർഡറുകൾ കൊടുക്കേണ്ടത് നമുക്ക് ക്ലിയർ ആണ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ക്ലിയർ ആയതുകൊണ്ടാണ്. നെക്സ്റ്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് വെച്ചാൽ ആരാണ് നമ്മുടെ സുപ്പീരിയർ, ആരിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം, ഇവിടെ ക്ലിയർ ആണ്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആയതുകൊണ്ട് ആ സ്ഥാപനത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുന്നു. ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓരോരുത്തർക്കും കൊടുക്കുന്ന ജോലി അവരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്തുന്നു. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി. ഇനി ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഉള്ളത് കൊണ്ട് ആ നിയമങ്ങൾക്കുള്ളിൽ തന്നെ വർക്ക് ചെയ്യേണ്ടത് കൊണ്ടും എന്തുണ്ട്? സ്ഥിരതയുണ്ട്. ആരും വ്യതിചലിക്കത്തില്ല. പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി, സ്ഥിരതയുണ്ടാവും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ പറഞ്ഞ്? ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആയതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. യൂണിറ്റി ഓഫ് കമാൻഡ്. ആരിൽ നിന്നാണ് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കുന്നത്, ആരാണ് നമ്മുടെ സുപ്പീരിയർ, അവിടെ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിലൂടെ ആരിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കുന്നു, ആർക്കാണ് റെസ്പോൺസ്, ഇവിടെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. ഓരോരുത്തരും ജോലി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു. പ്രൊവൈഡ് സ്റ്റെബിലിറ്റി. ഇനി ഫോമൽ ഓർഗനൈസേഷൻ കൊണ്ടുള്ള നേട്ടം എന്താ? പ്രൊവൈഡ് സ്ഥിരത ഉണ്ടാവുന്നു.
റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളതുകൊണ്ട് ആ ഫോമൽ ഓർഗനൈസേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷനുള്ള സ്ഥിരതയുണ്ട്. എല്ലാവരും ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്ഥിരതയുണ്ടെന്ന് പറയാം. നെക്സ്റ്റ്, അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു. 5ാമത്തെ പോയിന്റ് എന്താണ്? അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. ഇനി ഓരോരുത്തർക്കും ജോലി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ വരത്തില്ല, മറ്റൊരാൾ ആ ജോലി ചെയ്യത്തില്ല. അതാണ് അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫേർട്ട് ക്ലിയർ ആയിട്ട് അവരോട് ജോലി ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. പ്രൊസീജിയറൽ ഡിലേ, അതായത് റൂൾസ് റെഗുലേഷൻ പ്രൊസീജിയറിലൂടെയാണ് ഒരു ഫോമൽ ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പ്രൊസീജിയറിന്റെ ഡിലേ ഉണ്ടാവുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ, ആശയവിനിമയം വരുമ്പോൾ ചെയിൻ ഓഫ് കമാൻഡിലൂടെ, അപ്പം ടോപ്പ് ടു ബോട്ടം ലെവൽ ഇങ്ങനെ ചെയിൻ ഓഫ് കമാൻഡ് വരുമ്പോൾ അതിന് ഡിലേ ഉണ്ടാവുന്നു. അതാ പ്രൊസീജിയറൽ ഡിലേ. സെക്കൻഡ്, നോ ക്രിയേറ്റിവിറ്റി. ഇവിടെ ഫോമൽ ഓർഗനൈസേഷനിലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഇന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരുന്നു. അവിടെ എന്തുണ്ടാവുന്നില്ല, ക്രിയേറ്റിവിറ്റി ഇല്ല വർക്കേഴ്സിന്. അവരാ കൊടുക്കുന്ന ജോലികൾ മാത്രം ചെയ്യാൻ ബാധ്യസ്ഥരാകും. There is no creativity. Next, more emphasis on structure and work. ഇവിടെ സ്ഥാപനത്തിലെ വർക്കിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. വർക്കേഴ്സിന്റെ വർക്കേഴ്സിനോ വലിയ പ്രാധാന്യമില്ല. എന്താണ് വർക്ക്? ആ വർക്കിന് പ്രാധാന്യം കൊടുക്കുക, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനും പ്രാധാന്യം കൊടുക്കുക. അല്ല വർക്കേഴ്സിന്റെ റിലേഷൻഷിപ്പിന് യാതൊരു പ്രാധാന്യവും അവർ കൊടുക്കുന്നില്ല. അപ്പൊ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? പ്രൊസീജിയറൽ ഡിലേ, നോ ക്രിയേറ്റിവിറ്റി, മോർ എംഫസിസ് ഓൺ സ്ട്രക്ചർ ആൻഡ് വർക്ക്. അപ്പൊ നമ്മൾ ഫോമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പഠിച്ചത്. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ്, പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി, അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. ഡിസഡ്വാൻറ്റേജസ്: procedural delay, no creativity, more emphasis on structure and work. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷനെ രണ്ടായി തരംതിരിച്ചു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്ന് പറഞ്ഞു. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സ് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു സംഘടന, പെട്ടെന്ന് ഫോം ചെയ്യുന്നതാണ്. ഇതിനെ എന്തു പറയും? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണെന്ന് നോക്കാം. ദി നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓൺ ദി ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് ഈസ് കാൾഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദി നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻ, പേഴ്സണലും സോഷ്യൽ റിലേഷൻഷിപ്പ്, അപ്പൊ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും, അവരുടെ ആത്മബന്ധത്തിൽ നിന്നും അല്ലെ സൗഹൃദത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾക്കായിട്ടും വേണ്ടി ഫോം ചെയ്യുന്ന സംഘടനയെ നമുക്ക് എന്ത് പറയാം? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് ഈസ് കാൾഡ് ഇൻഫോർമൽ. ഒരു സംഘടന രൂപീകരിക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിലൂടെ, അവരുടെ കോമൺ പൊതു താല്പര്യങ്ങളിലൂടെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഉരുത്തിരിയുന്ന സംഘടനയാണ് എന്ത് പറയുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് സിമ്പിൾ മീനിങ്. ഇനി നമുക്ക് എന്ത് പറയാം? ആ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ്. അപ്പോൾ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ് എന്നാണ് എന്ത് വരുന്നത്? ഈ ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റിക്വയർഡ് ബൈ ദ ഫോമൽ ഓർഗനൈസേഷന്റെ ഒരേ ഫോമും ഇല്ല. അതായത് റൂൾസോ റെഗുലേഷൻസോ പ്രൊസീജിയറോ ഒന്നും തന്നെ ഇല്ല. ബട്ട് അറൈസിങ് സ്പോണ്ടേനിയസ്ലി ആസ് പീപ്പിൾ അസോസിയേറ്റ് വിത്ത് ദി അനദർ. ഇത് പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇത് ആ വർക്കേഴ്സിനിടയിൽ നിന്നും, ആ സൗഹൃദത്തിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഘടനയാണ് എന്ത്? ഇൻഫോർമൽ. അപ്പോൾ സൗഹൃദത്തിന്റെ ബലത്തില് അല്ലെങ്കിൽ ആ അവരുടെ റിലേഷനിലൂടെ പെട്ടെന്നുണ്ടാകുന്ന സംഘടനയാണ് എന്ത്?
informal organization. ഇവിടെ there is no rules, regulations and procedures. അവിടെ റൂൾസ് റെഗുലേഷൻസും പ്രൊസീജിയറും ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് ഉരുത്തിരിയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് എന്ത് പറയാം? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ ഇൻഫോർമൽ ഓർഗനൈസേഷൻ മീനിങ് എന്താണ്? ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ relationships on the basis of friendship and common interest is called informal organization. Informal organization is a network of personal and social relations not established or required by the formal organization. ഫോം ചെയ്യുന്ന പോലെ റൂൾസോ റെഗുലേഷനോ പ്രൊസീജിയറോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്താണ്? പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷനുള്ള ഒരു നെറ്റ്വർക്ക് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അറൈസിംഗ് സ്പോണ്ടേനിയസ്ലി ആസ് പീപ്പിൾ അസോസിയേറ്റ് വിത്ത് ദ അനദർ. വ്യക്തികൾ തമ്മിൽ സ്വമേധയാ പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സ് തമ്മിൽ അവർ ചേർന്ന് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു. അതെന്താണ്? അത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ അതായത് ഒരു സർക്കാർ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് ആ സ്ഥാപനം എന്താണ്? ഫോർമല. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം ഉണ്ടായിരിക്കുന്നത്. ക്ലബ്ബോ ക്ലബ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? An organization is formed on the basis of the relationship of the workers. വർക്കേഴ്സിന്റെ റിലേഷൻഷിപ്പിലൂടെ ഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ ഇന്ററാക്ഷൻ. ഇവിടെ വ്യക്തി ബന്ധങ്ങളിലൂടെയാണ് ഈ സംഘടന ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. അവിടെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? പേഴ്സണൽ ഇന്ററാക്ഷൻ. രണ്ട്, ഗ്രൂപ്പ് നോംസ്. ഫോർമൽ ഓർഗനൈസേഷൻ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ ഗ്രൂപ്പിൻ്റെതായ ചില നിയമങ്ങളാണുള്ളത്. ഗ്രൂപ്പ് നോംസ് ആണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണൽ ഇന്ററാക്ഷൻ, സെക്കൻഡ് ഗ്രൂപ്പ് നോംസ്, തേർഡ് ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പില് അവിടെ കമ്മ്യൂണിക്കേഷൻ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലാണ്. അവിടെ എന്തുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കും. ഇന്ന ആളിനെ ആശ്രയിച്ചാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ സുപ്പീരിയറെ അനുസരിക്കണം, സുപ്പീരിയർ സബോർഡിനേറ്റിനെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആരോട് വേണേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്പോണ്ടേനിയസ്. ഇതെന്താണ്? സ്വമേധയാ ഉണ്ടാകുന്നതാണ്. പെട്ടെന്നൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സ് തമ്മിൽ പെട്ടെന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചാൽ പെട്ടെന്നുണ്ടാകുന്നതാണ്. അതാണ് സ്പോണ്ടേനിയസ്. Structure. ഫിഫ്ത്ത് പോയിന്റ്, നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ. ഇതിന് പ്രത്യേക ഒരു സ്ട്രക്ചർ ഇല്ല. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവിടെ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ആ വർക്കേഴ്സ് തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു സംഘടന ഉണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തില്ല? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല. നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞേ? പേഴ്സണൽ ഇന്ററാക്ഷൻ, ഗ്രൂപ്പ് നോംസ്, ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പോണ്ടേനിയസ്, നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്പീഡി കമ്മ്യൂണിക്കേഷൻ.
കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവുന്നു. പറഞ്ഞല്ലോ, ആരോട് വേണേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വേഗത്തിലാവും. ഫുൾഫിൽ സോഷ്യൽ നീഡ്സ്. ഇവിടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്കല്ല പ്രാധാന്യം, വ്യക്തിപരമായ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സാമൂഹികമായ ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നു. തേർഡ് വൺ, സപ്പോർട്ട് ഫോർമൽ ഓർഗനൈസേഷൻ. ഇനി ഫോർമൽ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഫോർമൽ ഓർഗനൈസേഷൻ വ്യക്തികൾ തമ്മിൽ ഉരുത്തിരിയുന്ന ഒരു സംഘടനയാവുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യും. അപ്പോൾ ഇത് ഫോർമൽ ഓർഗനൈസേഷന്റെ ഡിഫക്റ്റുകളെ അറിയാൻ ഈ ഓർഗനൈസേഷൻ സഹായിക്കും. അപ്പൊ ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ ഫോർമൽ ഓർഗനൈസേഷന്റെ ഡിഫക്റ്റുകൾ അറിയാനും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കും. ദാറ്റ് ഈസ് സപ്പോർട്ട് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പറഞ്ഞത്? സ്പീഡി കമ്മ്യൂണിക്കേഷൻ, ഫുൾഫിൽസ് സോഷ്യൽ നീഡ്സ്, സപ്പോർട്ട് ഫോർമൽ ഓർഗനൈസേഷൻ. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സ്പ്രെഡ് ഓഫ് ഫാൾസ് ന്യൂസ്. തെറ്റായ ആശയങ്ങൾ. ഇപ്പൊ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ശരിയോ തെറ്റോ നോക്കാതെ സ്പ്രെഡ് എല്ലാവരിലേക്കും എത്തിക്കുന്നു. അതുകൊണ്ട് തെറ്റായ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ, വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. സ്പ്രെഡ് ഓഫ് ഫാൾസ് ന്യൂസ്. നെക്സ്റ്റ്, ഡിലേസ് ഓർ റെസ്ട്രിക്ട് ഗ്രോത്ത്. ഇവിടെ ആ സ്ഥാപനത്തിന്റെ വളർച്ച, അതായത് ഇങ്ങനൊരു ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോൾ അത് ഫോർമൽ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു? ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത് നിയന്ത്രണം കൊണ്ടുവരുന്നു, അതായത് വളർച്ചയെ മുരടിപ്പിക്കുന്നു. ഡിലേസ് ഓർ റെസ്ട്രിക്ട് ഗ്രോത്ത്, അത് ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കെതിരാവും. എഗനിസ്റ്റ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. എപ്പോഴും ഒരു പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഒരു സംഘടന എപ്പോഴും ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരായിരിക്കും, ഇൻട്രസ്റ്റിന് അപ്പുറമായിരിക്കും. അവിടെ സോഷ്യൽ, സാമൂഹികമായ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എഗനിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ്, എപ്പോഴും ആ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? സ്പ്രെഡ് ഓഫ് ഫാൾസ് ന്യൂസ്, ഡിലേസ് ഓർ റെസ്ട്രിക്ട് ഗ്രോത്ത്, എഗനിസ്റ്റ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചേ? ഫ്യൂച്ചേഴ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ.